മിശിഹാ കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ. മാലാഖമാരുപ്പു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. മാലാഖമാരുപ്പു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ 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 കർത്താവേ, നീ പരിശുദ്ധൻ. മിശിഹാ കർത്താവേ, അഖില ലോക നായക വാഴ്ത്തിടുന്നു ഞങ്ങൾ. ഈശോനാഥാ പുകഴ്ത്തിടുന്നു ഞങ്ങൾ. നീയല്ലോ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നു, നീ തന്റെ ആത്മാവിനു രക്ഷയേകുന്നു. അഖില ലോക നായക ഞങ്ങൾ. ഈശോനാഥാ പുകഴ്ത്തിടുന്നു ഞങ്ങൾ. എല്ലാറ്റിനും മുകളിൽ അവൻ നമ്മെക്കുറിച്ചോർത്തു. എല്ലാറ്റിനും മുകളിൽ അവൻ നമ്മെക്കുറിച്ചോർത്തു. കർത്താവേ, എല്ലാറ്റിനും മുകളിൽ നീ ഞങ്ങളെക്കുറിച്ചോർത്തല്ലോ. സ്വന്തം ശരീരം ഞങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കാൻ ഒരുങ്ങിയപ്പോഴും ഞങ്ങളുടെ കാല് കഴുകി ചുംബിക്കാൻ അങ്ങ് മറന്നില്ല. ഞങ്ങൾക്ക് എന്നും ജീവിക്കാൻ ആവശ്യമായ നിത്യജീവന്റെ അപ്പം സ്വന്തം ശരീരത്തിൽ നിന്ന് പങ്കുവച്ച് നൽകാൻ അങ്ങ് മറന്നില്ല. കാൽവരിയിലെ കുരിശിൽ ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ ജീവൻ കൊടുത്തപ്പോ അങ്ങ് ഞങ്ങളെ മറന്നില്ല. ഇതാ നിന്റെ അമ്മ എന്നങ്ങ് പറഞ്ഞു. പിതാവേ, ഇവരെന്താണ് ചെയ്യുന്നതെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിലായിരിക്കും. കർത്താവേ, കുരിശിന്റെ കാൽവരികൾ അങ്ങ് നടന്ന് അങ്ങയുടെ മുഖങ്ങളും സ്വപ്നങ്ങളും ഞങ്ങളുടെ സന്തോഷങ്ങളും ദുഃഖങ്ങളും ഞങ്ങളുടെ വേദനകളും വിജയങ്ങളും ക്ലേശങ്ങളൊക്കെയാണ്. എങ്കിലും ഞങ്ങൾക്ക് വേണ്ടി നീ കുരിശിലെ ജീവൻ അർപ്പിച്ചപ്പോ നീ ഞങ്ങൾക്ക് നൽകിയ ഒരു ബലമുണ്ട്. ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കുരിശുകളെയും സന്തോഷത്തോടെ ഏറ്റെടുക്കാൻ, ധൈര്യത്തോടെ ഏറ്റെടുക്കാൻ, അവ ഏറ്റെടുത്തുകൊണ്ട് അങ്ങേ അനുഗമിക്കാനായിട്ട് അങ്ങ് നൽകിയ ബലം. കർത്താവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ
നന്ദി പറയുന്നു. നിമിഷം എത്ര മോഹനം ആത്മാവിൽ പൂമഴയായി സ്വർഗനാഥനിൻ ആഗതനായി സാഷ്ടാംഗം പ്രണമിച്ചിതാ എൻ്റെ ജീവിതം തരുന്നു ഞാൻ. യേശു എഴുന്നള്ളുമേ നിമിഷം എത്ര മോഹനം ആത്മാവിലാംഗം പ്രണമിച്ചിതാ എൻ്റെ ജീവിതം തരുന്നു ഞാൻ. അമ്മയേക്കാൾ സ്നേഹമേറും ദൈവമേ എൻ സർവസ്വമേ ഏകനായി ഞാൻ നിന്റെ മുൻപിൽ ദാഹമോടെ നിന്നിടുന്നു. അവിവേകിയായി അരുതായ്മകൾ ചെയ്തു പോയതോർക്കരുതേ. അലിവോടെ നിൻ മകനാക്കണേ ലോകപാത ഞാൻ വെടിയാം. യേശു എഴുന്നള്ളുമേ നിമിഷം എത്ര മോഹനം ആത്മാവിൽ പൂമഴയായി സ്വർഗനാഥനിൻ ആഗതനായി സാഷ്ടാംഗം പ്രണമിച്ചിതാ എൻ്റെ ജീവിതം തരുന്നു ഞാൻ.
കർത്താവിന് ഏറ്റവും പ്രിയമുള്ളൊരു ശിഷ്യനുണ്ടായിരുന്നു, വിശുദ്ധ യോഹന്നാൻ. കർത്താവിൻ്റെ ചങ്കിടിപ്പറഞ്ഞ ശിഷ്യൻ, കർത്താവിനോട് ചേർന്നിരുന്ന ശിഷ്യൻ, കർത്താവ് 3 വർഷം കൂടെ നടത്തി പങ്കുവയ്ക്കാനും പരസ്പരം സ്നേഹിക്കാനും അവിടുന്ന് ആ ശിഷ്യനെ പഠിപ്പിച്ചു. കുരിശ് വഹിക്കാനും ആ കുരിശുകൾക്ക് വേണ്ടി ദാഹിക്കാനും ആ കുരിശുകളെ സന്തോഷത്തോടെ ഏറ്റെടുക്കാനും ആ ശിഷ്യനെ അവിടുന്ന് പഠിപ്പിച്ചു. കർത്താവിൻ്റെ ചങ്കോട് ചേർന്ന് കിടന്ന് കർത്താവിൻ്റെ ചങ്കിടി പറഞ്ഞ ശിഷ്യൻ, പക്ഷേ ഈ കർത്താവിൻ്റെ കുരിശു പീഡകളുടെ മുമ്പിൽ അവനൊന്ന് പതറിപ്പോയി. പിന്തിരിഞ്ഞോടിയ മറ്റ് ശിഷ്യന്മാരോടൊപ്പം അവനും. പക്ഷേ കാലം എഴുതി വെച്ചത് മറ്റൊരു സങ്കീർത്തനായിരുന്നു. ആ ശിഷ്യൻ കർത്താവിനെ കുറിച്ച് എഴുതി. ഈ കർത്താവ് എന്ന് പറയണത് സ്നേഹാണ്. 3 വർഷത്തെ പരിശീലനത്തിനൊടുവില് ഈ യോഹന്നാനും യാക്കോബും കൂടെ കർത്താവിൻ്റെ അടുത്ത് വന്നു. കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, നിന്റെ വലത്തുവശത്ത് ഒരാളും മറ്റേ വശത്ത് അടുത്തയാളെ നിർത്തണം. അപ്പോൾ കർത്താവ് ചോദിച്ചു, എൻ്റെ പാനപാത്രം നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുമോ? അപ്പോൾ യോഹന്നാൻ ചാടിപ്പറഞ്ഞ്, കർത്താവെ, കുടിക്കാൻ പറ്റും. പക്ഷേ എങ്കിലും ആ കർത്താവിനെ പടയാളികൾ പിടിച്ചുകൊണ്ട് പോയപ്പോൾ ഒരുപക്ഷെ ആദ്യം ഓടിപ്പോയ ശിഷ്യന്മാരുടെ ഒപ്പം ഈ യോഹന്നാനും ഉണ്ടായിരിക്കാം. പക്ഷെ എങ്കിലും ഈ കാലചക്രത്തിന്റെ ഏറ്റവും അവസാനം ആ യോഹന്നാൻ ശ്ലീഹ തൻ്റെ ജീവിതം കൊണ്ട് എഴുതി വെച്ചു, കർത്താവ് സ്നേഹമാണ്. ഈ സ്നേഹനിധിയായ അപ്പന്റെ മുമ്പില്, ഈ സ്നേഹനിധിയായ അപ്പന്റെ മുമ്പില് നമുക്ക് നമ്മെ എല്ലാവരെയും പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. ഒരുപക്ഷെ ഈ 1 മണിക്കൂർ ചെയ്തു തീർക്കാനുള്ള ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ നമുക്കുണ്ടാവും. ഒരുപക്ഷെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒത്തിരി ജോലികൾ ഉണ്ടാവും. ഈ 1 മണിക്കൂർ സമയം കൊണ്ട് കണ്ടു തീർക്കാവുന്ന ഒത്തിരി ചിത്രങ്ങൾ ഉണ്ടാവും. കയറി ഇറങ്ങാവുന്ന സോഷ്യൽ മീഡിയകൾ ഉണ്ടാവും. എങ്കിലും ഈ 1 മണിക്കൂർ സമയം കർത്താവിൻ്റെ കൂടെ ചെലവിടാനായിട്ട് നമ്മൾ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ കാലചക്രത്തിന്റെ അവസാനം നമുക്ക് മനസ്സിലാവും, ഈ കർത്താവ് സ്നേഹമാണ്. ഈ കർത്താവ് സ്നേഹനിധിയായ അപ്പനാണ്.
കൂട്ടം തെറ്റിപ്പോയ കുഞ്ഞാടിനെയും വഴിതെറ്റി യാത്ര ചെയ്ത ധൂർത്തപുത്രനെയും കാണാതെ പോയ നാണയത്തെയും കണ്ടുപിടിച്ച് കൈകളിലെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഈ സ്നേഹനിധിയായ അപ്പൻ്റെ മുമ്പിൽ ഈ 1 മണിക്കൂർ സമയം നമുക്ക് ചെലവിടാം. നമ്മളെല്ലാവരും നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് കർത്താവിനെ നോക്കിയിരിക്കുകയാണ്. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. ഒരിക്കലൊരു ഗുരു തൻ്റെ ശിഷ്യൻ ദേവാലയത്തിൽ ഇരിക്കുന്നത് കണ്ട് ആ ശിഷ്യനോട് ചോദിച്ചു, ശിഷ്യ, നീ എങ്ങനെയാണ് ഈ മണിക്കൂറുകളോളം ഈ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കണേ? അപ്പോ ശിഷ്യൻ പറഞ്ഞു, ഗുരു, മണിക്കൂറുകളോളം ഞാൻ നിശബ്ദനായിട്ടിരിക്കും. ആദ്യം ഞാൻ സംസാരിക്കും, കർത്താവ് അത് കേട്ടുകൊണ്ടിരിക്കും. പിന്നീട് കർത്താവ് സംസാരിക്കും, ഞാനത് കേട്ടുകൊണ്ടിരിക്കും. ശേഷം ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കില്ല, ഞങ്ങളുടെ ഹൃദയങ്ങൾ സംസാരിക്കും. ഞങ്ങളുടെ ഹൃദയങ്ങൾ സംസാരിക്കും. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ഹൃദയങ്ങൾ സംസാരിക്കട്ടെ. കർത്താവിന് നമ്മോട് എന്തൊക്കെയോ പറയാനുണ്ട്. കർത്താവിനോട് നമുക്കും പറയാനുണ്ട് പലതും. ഹൃദയങ്ങൾ തുറക്ക്, ശാന്തമാവ്. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രവാചകനായ ഏലിയ പ്രവാചകനെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പറഞ്ഞു വെക്കുന്നുണ്ട്. ഏലിയ പ്രവാചകൻ ഒരു ദിവസം മരണഭയത്തെ പ്രതി ഒരു ഗുഹയിൽ കയറിയിരുന്നു. കർത്താവിനോട് ഒത്തിരി നിലവിളിച്ചു, കർത്താവേ, എല്ലാവരും എന്നെ കൊല്ലാൻ നോക്കാണ്, എങ്ങനെ ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടും? ഏലിയ ശ്രദ്ധിച്ചു നിന്നു. പെട്ടെന്നൊരു കൊടുങ്കാറ്റുണ്ടായി. ഏലിയ ഒരു നിമിഷം ആ കൊടുങ്കാറ്റിനെ ശ്രദ്ധിച്ചു. പക്ഷേ അതിൽ കർത്താവില്ലായിരുന്നു. പിന്നീടൊരു പേമാരി ഉണ്ടായി. ഏലിയ അതിലും നോക്കി. പക്ഷെ അതിലും കർത്താവില്ലായിരുന്നു. ഏറ്റവും ഒടുവില് ഒരു ഇളം കാറ്റുണ്ടായി. ആ ഇളം കാറ്റില് കർത്താവുണ്ടായിരുന്നു. കർത്താവിൻ്റെ സ്വരം അവനെ ശക്തിപ്പെടുത്തി. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ശാന്തമാക്കാം. കർത്താവ് നമ്മോട് പറയുന്നുണ്ട്, ഈ 1 മണിക്കൂർ സമയമെങ്കിലും നിങ്ങൾക്ക് എന്നോടൊപ്പം ഉണർന്നിരുന്ന് ചെലവഴിക്കാൻ കഴിയില്ലേ? കഴിയും കർത്താവേ. ഈ അല്പസമയം അങ്ങയുടെ മുമ്പിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഞങ്ങൾ ശാന്തമാക്കാണ്. ഞങ്ങളുടെ ഹൃദയങ്ങളെ ഞങ്ങൾ തുറക്കാണ്. ഞങ്ങളെല്ലാവരും, അപ്പനും അമ്മയും ഞങ്ങളുടെ മക്കളും, ഞങ്ങളെല്ലാവരും അങ്ങയെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കർത്താവേ, അങ്ങ് ഞങ്ങളെ കാണുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. സ്നേഹനിധിയായ അപ്പ, ഞങ്ങൾ ആരാധിക്കുന്നു,
സ്തുതിക്കുന്നു, അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിരാശയുടെ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒറ്റപ്പെടലിന്റെ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കുറ്റപ്പെടുത്തലുകളുടെ, കളിയാക്കലുകളുടെ, ഞങ്ങളുടെ ധൈര്യം കാണിക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള സാഹചര്യം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. സെഹിയോൻ ശാലയില് കർത്താവെ, അങ്ങയുടെ കുരിശുമരണത്തിന് ശേഷം ശിഷ്യന്മാരൊക്കെ ഭയപ്പെട്ട് അങ്ങയെ ആഗ്രഹിച്ച് ഇരുന്ന നിമിഷങ്ങൾ ഞങ്ങൾ ഓർക്കാണ്. അങ്ങ് പരിശുദ്ധ ആത്മാവിനെ അവരുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചു. അങ്ങ് പരിശുദ്ധാത്മാവിനെ അവർക്ക് നൽകി. അവർ ശക്തി പ്രാപിച്ചു, ധൈര്യപ്പെട്ടു, അങ്ങയെ അറിഞ്ഞു, സ്വന്തമാക്കി, പങ്കുവച്ചു. കർത്താവേ, ഞങ്ങളുടെയും ജീവിതങ്ങളിൽ അങ്ങയെ അറിയാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഞാൻ പോകുമ്പോൾ എൻ്റെ സഹായകനെ നിങ്ങൾക്ക് ഞാൻ തരും. എൻ്റെ സഹായകൻ നിങ്ങളെ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ബോധ്യപ്പെടുത്തും. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അയക്കണമേ. ഈ ആരാധനാ നിമിഷങ്ങളിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കാനും ഞങ്ങളുടെ ഹൃദയങ്ങളെ വിലയിരുത്താനും ഞങ്ങളുടെ പാപാവസ്ഥകളെ കണ്ടെത്താനും ഞങ്ങളുടെ ഒറ്റപ്പെട്ടുപോയ നിമിഷങ്ങളെ, കളിയാക്കപ്പെട്ട നിമിഷങ്ങളെ, കുറ്റപ്പെടുത്തപ്പെട്ട ദിവസങ്ങളെ പൂർണ്ണമായിട്ട് അങ്ങേക്ക് നൽകി ഒരു പുതിയ മനുഷ്യനായിട്ട് തീരാൻ കർത്താവേ, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് നിറഞ്ഞ് അങ്ങയെ മഹത്വപ്പെടുത്താൻ പരിശുദ്ധാത്മാവിനെ അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെ ശക്തിപ്പെടുത്തണമേ. ആത്മാർത്ഥമായിട്ട് ദാഹിക്കാൻ പരിശുദ്ധാത്മാവിന് വേണ്ടി.
പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരും എന്ന പ്രതീക്ഷയോടെ നമുക്കായിരിക്കാം. കർത്താവെ, ഞങ്ങൾ തിരിച്ചറിയാണ് ഞങ്ങളുടെ ജീവിതങ്ങളിലും ഇതുപോലെ പെസഹ വ്യാഴങ്ങളും ദുഃഖവെള്ളികളും ഉയർപ്പുകളുണ്ട്. പരസ്പരം പങ്കുവച്ചും സ്നേഹിച്ചും സമാധാനത്തിലും സന്തോഷത്തിലും കടന്നുപോയ നിരവധി പെസഹ വ്യാഴങ്ങളുണ്ട്. എന്നാൽ ആ സന്തോഷം പങ്കിട്ടവരൊക്കെ ഒരു ദിവസം ഞങ്ങളെ വിട്ടു പോകുമ്പോൾ, ഞങ്ങളെ ഒറ്റപ്പെടുത്തി, ഞങ്ങളെ കളിയാക്കി, ഞങ്ങളെ നിരാശയിലേക്ക് തള്ളിവിടുമ്പോൾ, കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ അതുപോലെ തന്നെ ദുഃഖവെള്ളികളുണ്ട്. എങ്കിലും കർത്താവെ, ഏറ്റവും ഒടുവിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന ഒരു പ്രത്യാശയുണ്ട്, ഉയർപ്പ്. കർത്താവെ, ഉയർപ്പ് അത് ഞങ്ങൾക്കൊരു പ്രത്യാശയാണ്. നിന്റെ പാപം എത്ര കടുംചുമപ്പാണെങ്കിലും അത് മഞ്ഞുപോലെ വെണ്മയുള്ളതാക്കും. കർത്താവിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീക്ഷ്ണതയോടെ തിരികെ വന്ന് അവിടത്തെ തേടുവിൻ. വിശുദ്ധ ഗ്രന്ഥം പറഞ്ഞു വെക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, പ്രത്യാശ നമുക്ക് കൈവിടാതിരിക്കാം. നമ്മളുടെ ജീവിതങ്ങളിലെ എല്ലാ ദുഃഖവെള്ളികൾക്കും അപ്പുറം കർത്താവ് ഒരുക്കിയിരിക്കുന്ന ആ ഉയർപ്പുണ്ട്. ആ ഉയർപ്പിനെ പറ്റി നമുക്ക് ധ്യാനിക്കാം. എല്ലാ കുടുംബങ്ങളെയും ഈ സമയം കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കാം. എല്ലാ കുടുംബങ്ങളെയും കർത്താവിൻ്റെ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കാം. എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്. അപ്പനും അമ്മയും മക്കളും സ്വന്തം കുടുംബത്തെ ഈ കർത്താവിൻ്റെ തിരുമുമ്പിലേക്ക് സമർപ്പിക്കട്ടെ. കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, സ്വസ്ഥതയുണ്ട്. പക്ഷെ പലപ്പോഴും സമാധാനക്കേടുകളും സന്തോഷമില്ലായ്മയും അസ്വസ്ഥതകളും ഉണ്ടായിട്ടുണ്ട്. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്ന കർത്താവേ, അങ്ങേക്കുണ്ടായിരുന്നല്ലോ ഒരു തിരുകുടുംബം. പരിശുദ്ധ മറിയവും വിശുദ്ധ യൗസേ പിതാവും ഉൾക്കൊള്ളുന്ന ഒരു കുടുംബം. കർത്താവേ, ആ കുടുംബത്തെയാണ് ഞങ്ങൾ മുമ്പിൽ കാണുന്നത്. ഞങ്ങളുടെ കുടുംബങ്ങളിലും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്വസ്ഥതയുടെയും വീഞ്ഞുകൾ തീർന്നു പോകാറുണ്ട്. കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് കർത്താവെ, അങ്ങ് അവരുടെ സന്തോഷത്തിൻ്റെ വീഞ്ഞ് പുതുക്കി നൽകിയല്ലോ. കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. വീഞ്ഞ് തീർന്നു പോയ അവസ്ഥകൾ ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്. സന്തോഷം നഷ്ടപ്പെടുന്ന അവസ്ഥകൾ ഞങ്ങളുടെ കുടുംബങ്ങളിലുണ്ട്. സമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥകൾ ഞങ്ങളുടെ കുടുംബങ്ങളിലുണ്ട്.
കർത്താവെ, പലവിധ ദുരിതങ്ങളാൽ ക്ലേശം അനുഭവിക്കുന്ന പല കുടുംബങ്ങളും ഞങ്ങളുടെ ഇടയിലുണ്ട്. ഇപ്പോൾ കൊറോണ വൈറസ് മൂലം ദുരിതം അനുഭവിക്കുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട്. കർത്താവെ, അവരെ എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, സ്വസ്ഥതയുടെ വീഞ്ഞു നൽകി അവരുടെ കുടുംബങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ. കർത്താവെ, കാനായിലെ കല്യാണ വിരുന്നിലെ രംഗം ഞങ്ങൾ ഓർക്കാണ്. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളിലും ഈ വീഞ്ഞു തീർന്നു പോകുന്ന അവസ്ഥകളുണ്ട്. കർത്താവ് പറഞ്ഞു, അവയെല്ലാം വക്കോളം നിറയ്ക്കുക. കർത്താവ് പറഞ്ഞു, അവയെല്ലാം വക്കോളം നിറയ്ക്കുക. പൂർണ്ണമായിട്ടും കർത്താവിനെ വിട്ടുകൊടുക്കുക. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ കുടുംബങ്ങളെ പൂർണ്ണമായിട്ടും കർത്താവിനെ വിട്ടുകൊടുക്കുക. 2 or 3 അളവ് കൊള്ളുമായിരിക്കും. എത്ര അളവ് കൊള്ളുന്നതായാലും വക്കോളം നിറയ്ക്കണം. കർത്താവിന് പൂർണ്ണമായിട്ട് സമർപ്പിക്കണം. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ പുതിയ വീഞ്ഞ് ഉണ്ടാക്കാനുള്ള വെള്ളം കർത്താവ് ശേഖരിക്കാൻ പറഞ്ഞത് ആ വീടിനടുത്തുള്ള കിണറിൽ നിന്നാണ്. അവർ വെള്ളം വക്കോളം നിറച്ചു. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ കുടുംബങ്ങളിൽ സന്തോഷത്തിന് കുറവുണ്ടെങ്കിൽ, സമാധാനത്തിന് കുറവുണ്ടെങ്കിൽ നമ്മൾ വേറെ എവിടെയും തേടിപ്പോണ്ട. അതിനുള്ള പ്രതിവിധികളൊക്കെ നമ്മുടെ കുടുംബത്തിൽ തന്നെയുണ്ട്.
ആ കർത്താവിന് നമ്മെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചാൽ മതി. നമ്മുടെ കുടുംബങ്ങളെ പൂർണ്ണമായിട്ടും വിട്ടുകൊടുത്താൽ മതി. കർത്താവ് നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കും. കർത്താവെ, അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ, സ്നേഹിതന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന്. സ്വന്തം ജീവൻ കൊടുക്കുന്നതിനേക്കാളും വലിയ സ്നേഹമില്ല. കർത്താവെ, അങ്ങ് സ്വന്തം ശരീരം ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിലെ കുരിശിൽ ബലി കഴിച്ചു. അങ്ങയുടെ വലിയ സ്നേഹത്തെ ഞങ്ങൾ ഒത്തിരി നന്ദിയോടെ അനുസ്മരിക്കുന്നു. കർത്താവെ, ആ സ്നേഹത്തിലേക്ക് ഞങ്ങളെ വളർത്തുന്നതിന് വേണ്ടി അങ്ങ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതങ്ങളിൽ കുരിശുകൾ നൽകിയിട്ടുണ്ട്. അങ്ങ് പറഞ്ഞു, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശും വഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ. പക്ഷേ കർത്താവെ, ഞങ്ങളുടെ കുരിശുകൾ എടുക്കാൻ ഞങ്ങൾക്ക് പലപ്പോഴും മടിയാണ്. കർത്താവെ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ നീ ഇപ്പോഴും കുരിശിൽ തന്നെയാണ്. നീ ഇപ്പോഴും ഞങ്ങൾക്ക് മുമ്പിൽ തല കുമ്പിട്ട് കൈകൾ വിരിച്ചു പിടിച്ച് ആ കുരിശിൽ കിടക്കാണ്. കാരണം അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന ഓരോ കുരിശുകളെയും ഞങ്ങൾ അങ്ങേക്ക് തന്നെ തിരിച്ചു നൽകിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അപ്പോഴും കർത്താവെ, അങ്ങയുടെ കാരുണ്യമുള്ള സ്നേഹം കൊണ്ട് അങ്ങ് ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. നിനക്കെൻ്റെ കൃപ മതി. എന്തെന്നാൽ നിന്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായിട്ടും പ്രകടമാകുന്നത്. കർത്താവെ, ജീവിതത്തിൽ വീണു പോകുന്ന അവസരങ്ങളുണ്ടെങ്കിൽ അതങ്ങയുടെ ശക്തി ഞങ്ങളിൽ പ്രകടമാകുന്നതിന് വേണ്ടി അങ്ങ് ഞങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന ഞങ്ങളുടെ ബലഹീനതകളാണെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ. കർത്താവെ, പാപം ചെയ്യുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ബലഹീനതയാണ്. ജീവിതത്തിൽ കുറെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. കർത്താവിന് മേൽ പാപം ചെയ്യില്ല. ഓരോ കുമ്പസാരം കഴിയുമ്പോഴും ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ ഒത്തിരി പ്രാധാന്യത്തോടെ ഏറ്റു പറഞ്ഞിട്ടുണ്ട്, ഇനി മേലിൽ പാപം ചെയ്യില്ല. പക്ഷേ ഞങ്ങൾ വീണ്ടും വീണ്ടും ചെയ്തു കൂട്ടുന്നത് അതേ പാപങ്ങൾ തന്നെയാണെന്ന ചിന്ത ഞങ്ങളുടെ ഹൃദയങ്ങളെ അസ്വസ്ഥപ്പെടുത്തട്ടെ. കർത്താവെ, അങ്ങ് പറയുന്നുണ്ടല്ലോ, നിന്റെ പാപം എത്ര കടും ചുമപ്പാണെങ്കിലും ഞാനത് മഞ്ഞ് പോലെ വെണ്മയുള്ളതാക്കും. വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാളൻ പറഞ്ഞു വെക്കുന്നു, നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കാനാവില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ പാപങ്ങളെ കുറിച്ച് നമുക്കൊരു നിമിഷം ചിന്തിക്കാം. നമ്മുടെ കണ്ണുകളെ കർത്താവിന് പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമ്മൾ ചെയ്തിട്ടുള്ള പാപങ്ങൾ, കർത്താവെ,
പലതും കാണരുതെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ കണ്ണുകളെ നിയന്ത്രിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കാറില്ല. കർത്താവേ, ഞങ്ങളുടെ കാതുകളെ ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവെ, പലതും കേൾക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും ഞങ്ങളുടെ കാതുകളെ നിയന്ത്രിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. കർത്താവെ, ഞങ്ങളുടെ സംസാരത്തെ പലതും പറയരുതെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ സംസാരങ്ങളെ നിയന്ത്രിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. കർത്താവെ, ഞങ്ങളുടെ കൈകളെ തെറ്റായതൊന്നും ചെയ്യരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ കൈകളെ നിയന്ത്രിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. ഞങ്ങളുടെ ചിന്തകളെ കർത്താവേ, ഇനി മേലിൽ പാപം ചെയ്യരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്താൻ, ഞങ്ങളുടെ ജീവിതങ്ങളെ നിയന്ത്രിക്കാൻ ഞങ്ങൾക്ക് സാധിക്കാതെ പോകുന്നു. ഞങ്ങളെ തന്നെ പൂർണ്ണമായിട്ട് അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ഒത്തിരി സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും സന്തോഷങ്ങളും ദുഃഖങ്ങളും എല്ലാം ഉണ്ട്. അവയൊക്കെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഈശോയെ, ഞങ്ങളുടെ ജീവിതങ്ങളെ തിരിച്ചറിയാനുള്ള ഒരു നിമിഷമായിട്ട് ഈ ആരാധനാ സമയത്തെ അങ്ങ് ഞങ്ങൾക്ക് പ്രയോജനപ്പെടുത്തി തരണമേ. ഒരിക്കലൊരു കൊച്ചുകുട്ടി തൻ്റെ അപ്പൻ്റെ ഒപ്പം ഉത്സവപ്പറമ്പിലേക്ക് നടന്നു പോവായിരുന്നു. കുറെ ദൂരം നടന്നു. നടക്കുന്നതിനിടയിൽ അവൻ്റെ ശ്രദ്ധ മുഴുവൻ ചുറ്റും നിറഞ്ഞു നിന്നിരുന്ന വർണ്ണക്കാഴ്ചകളിലായിരുന്നു. ഉയർന്നു പൊങ്ങി പൊട്ടുന്ന വെടിക്കെട്ടുകളും കടകളിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന കളിപ്പാട്ടങ്ങളും വഴിയരികിൽ നീളെ കിടക്കുന്ന മാല ബൾബുകളും അവനതങ്ങനെ ആസ്വദിച്ച് നടക്കാണ്. ഇങ്ങനെ നടക്കുമ്പോഴും അവനുണ്ടായിരുന്ന ഏക ധൈര്യം അവൻ്റെ കൈ അവൻ്റെ അപ്പൻ്റെ കൈക്കുള്ളില് സുരക്ഷിതമാണെന്ന ചിന്തയായിരുന്നു. കുറെ ദൂരം നടന്നതിന് ശേഷം പെട്ടെന്നൊരു തിരക്കുണ്ടായി. അവൻ്റെ അപ്പൻ്റെ കയ്യിൽ നിന്നും അവൻ്റെ കൈ വിട്ടുപോയി. ഇത്രയും നേരം അവൻ്റെ കണ്ണുകൾക്ക് ഭംഗി നൽകിയ മായക്കാഴ്ചകളോ, ഇത്രയും നേരം അവൻ്റെ കാതുകൾക്ക് ഇമ്പം നൽകിയ വെടിക്കെട്ടുകളോ, ഇത്രയും നേരം അവൻ്റെ കാലടികൾക്ക് ഊർജം നൽകിയ കളിപ്പാട്ടങ്ങളോ അവൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല. ഒരു നിമിഷം അവൻ ഉറക്കെ കരഞ്ഞു. കാരണം അപ്പൻ്റെ കയ്യിൽ നിന്നും അവൻ്റെ പിടിവിട്ടു.
സ്നേഹം നിറഞ്ഞവരെ, ഈ സ്നേഹനിധിയായ അപ്പൻ്റെ കൈപിടിച്ച് വളർന്നു വരുമ്പോൾ ഒരുപക്ഷെ നമ്മളും ഇതുപോലെ വർണ്ണക്കാഴ്ചകളും പുറം ഭംഗിയൊക്കെ കണ്ട് ആ അപ്പൻ്റെ കയ്യിൽ നിന്നും വിട്ടുപോകാറുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ജീവിതങ്ങളിലും ഇതുപോലെ ഒറ്റപ്പെടലിൻ്റെ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ എങ്കിലും ആ ദൈവം, ആ കർത്താവ് നമുക്ക് വേണ്ടി കാത്തിരിക്കും. തിരികെ ചെന്ന് ആ കർത്താവിൻ്റെ കരം ചേർത്ത് പിടിക്കാൻ, ആ കർത്താവിൻ്റെ ചങ്കിലേക്ക് ചാരിക്കിടക്കാൻ ആ കർത്താവ് കാത്തിരിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ഒരൊറ്റ തീരുമാനം മതി, കർത്താവിനെ നമുക്ക് സ്വന്തമാക്കി കൂടെ കൊണ്ടുപോകാം. സിക്കമുർ മരത്തിൽ കയറിയിരുന്ന സക്കേവൂസ് കർത്താവിനെ കാണണമെന്ന് ഒറ്റ ആഗ്രഹം മാത്രമേ അവനുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ ഒരു ആഗ്രഹത്തെ പ്രതി കർത്താവ് മരത്തിൻ്റെ താഴെ വന്ന് നിന്നു. അവനെ താഴെ ഇറക്കി കൂട്ടിക്കൊണ്ടുപോയി കൂട്ടുകാരനാക്കി മാറ്റി. സ്നേഹം നിറഞ്ഞ കർത്താവേ, അങ്ങേ ഒരു കൂട്ടുകാരനാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും ഞങ്ങളുടെ പാപ അവസ്ഥകള് ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങയിലേക്ക് ചേർന്ന് നിൽക്കുന്നതിന് ഞങ്ങൾക്ക് തടസ്സമാവുന്നുണ്ട്. കർത്താവേ, ഈ അവസ്ഥകളെല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങൾ മനസ്തപിക്കുന്നു, ഞങ്ങളുടെ പശ്ചാത്തപിക്കുന്നു. അങ്ങയുടെ കാരുണ്യം ഒന്നു മാത്രമാണ് ഞങ്ങൾക്ക് ബലം. കർത്താവെ, ഞങ്ങളെക്കുറിച്ച് അങ്ങേക്കൊരു പദ്ധതിയുണ്ട്. കർത്താവെ, ഞങ്ങളെക്കുറിച്ച് അങ്ങേക്കൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി അനുസരിച്ച് ജീവിക്കാൻ അങ്ങ് ഞങ്ങൾക്ക് ബലം നൽകണമേ. ജീവിതത്തിൽ തിരഞ്ഞെടുക്കേണ്ടത് എന്തെന്നും തിരഞ്ഞെടുക്കാൻ പാടില്ലാത്തത് എന്തെന്നും അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ അങ്ങയുടെ സ്വരം ശ്രവിക്കാനായിട്ട് ഞങ്ങൾ പലപ്പോഴും ശ്രമിക്കുന്നില്ല. കർത്താവേ, അങ്ങയുടെ സ്വരം ശ്രവിക്കാൻ, അങ്ങയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. കർത്താവേ, അങ്ങയെ നോക്കിയവരൊക്കെ വിശുദ്ധരായിട്ടുണ്ട്. അങ്ങയെ ആത്മാർത്ഥമായിട്ട് നോക്കിയവരൊക്കെ വിശുദ്ധരായിട്ടുണ്ടല്ലോ. അങ്ങ് കുരിശിൽ കിടന്നപ്പോ ആ നല്ല കള്ളൻ അങ്ങയൊന്ന് നോക്കി. അങ്ങ് അവനോട് പറഞ്ഞു, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിലായിരിക്കും.
പത്രോസ് അങ്ങയെ നോക്കി. അങ്ങ് അവനോട് പറഞ്ഞു, എൻ്റെ ആടുകളെ മേയ്ക്കുക. കർത്താവേ, അങ്ങയെ ആത്മാർത്ഥമായിട്ട് നോക്കിയവരാരും നഷ്ടപ്പെട്ടു പോയിട്ടില്ല എന്ന് ഞങ്ങൾക്കറിയാം. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ മുമ്പിലായിരിക്കാണ്. അങ്ങയെ ഞങ്ങൾ നോക്കുന്നുണ്ട്. പക്ഷേ ആത്മാർത്ഥതയുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. അങ്ങയുടെ മുമ്പിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ ഞങ്ങൾ തുറന്നു വെക്കുന്നുണ്ട്. ഞങ്ങളുടെ കുറവുകൾ എന്തെന്ന് അങ്ങ് ഞങ്ങളോട് പറഞ്ഞു നൽകുന്നുണ്ട്. ഞങ്ങളുടെ പാപങ്ങൾ എന്താണെന്ന് അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു നൽകുന്നുണ്ട്. കർത്താവേ, അങ്ങയെ ആത്മാർത്ഥമായിട്ട് നോക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലായിരുന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരുടെയും പാപ അവസ്ഥകളെ അങ്ങ് എടുത്തു മാറ്റണമേ. ഞങ്ങളുടെ കുടുംബത്തിലെല്ലാവരും അങ്ങയെ ആത്മാർത്ഥമായിട്ട് നോക്കാൻ, അങ്ങയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി നൽകുന്ന കുരിശുകളെ സന്തോഷത്തോടെ ഏറ്റെടുക്കാൻ അങ്ങ് കൃപ നൽകണമേ, ധൈര്യം നൽകണമേ, ശക്തി നൽകണമേ. ഒരിക്കലൊരു മനുഷ്യൻ അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിൻ്റെ കുടിലിന് മുൻപിൽ വന്ന് വാതിലിൽ മുട്ടി. അകത്ത് നിന്ന് അവൾ ചോദിച്ചു, ആരാ അത്? അപ്പോൾ അവൻ പറഞ്ഞു, നിന്നെ ഒത്തിരി സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് നിന്നെ ഒന്ന് കണ്ടാ കൊള്ളാന്നുണ്ട്. അപ്പോൾ അകത്ത് നിന്ന് അവൾ പറഞ്ഞു, സഹോദര, എനിക്കൊരാൾക്ക് തന്നെ ഈ മുറിക്കുള്ളിൽ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ താങ്കളും കൂടി പോയിട്ട് പിന്നെ വരൂ. അവൻ തിരിച്ചുപോയി. അവൻ ആ കുടിലിൽ നിന്ന് വിട്ട് തിരിച്ചുപോയി. പക്ഷെ എങ്കിലും അവന്റെ യാത്രകളിൽ എന്നും അവൾ ഒപ്പമുണ്ടായിരുന്നു. അവൻ എപ്പോഴും ചിന്തിച്ചിരുന്നത് അവളെ പറ്റി മാത്രമായിരുന്നു.
അവളെ ഇനി എന്നാ ഒന്ന് കാണാൻ പറ്റുക? അവൻ്റെ പ്രദക്ഷിണങ്ങൾ അവളെ ചേർത്ത് പിടിച്ചായിരുന്നു. ഒടുവിൽ അവന് പ്രായമായി. അവളെ അവസാനമായിട്ട് കാണാൻ വേണ്ടി അവനൊന്നുകൂടി ആ കുടിലിൻ്റെ, അവളുടെ ആ ചെറിയ ഭവനത്തിൻ്റെ മുമ്പിലേക്ക് ചെന്നു. അവൻ്റെ സ്നേഹം ഒട്ടും കുറഞ്ഞിട്ടില്ല. അവൻ്റെ ഒരേ ഒരു ആഗ്രഹം അവളെ ഒന്ന് കാണണം. വർഷങ്ങളോളം അവളെ മനസ്സിൽ ധ്യാനിച്ച് അവൾക്ക് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിച്ച് ഒടുവിൽ അവളുടെ കുടിലിന് മുമ്പിൽ വീണ്ടും അവനെത്തി. അവൻ വാതിലിൽ മുട്ടി. അതേ ചോദ്യം, ആരാത്? അവൻ പറഞ്ഞു, ഇത് നീയാണ്, ഇത് നീയാണ്. അകത്തു നിന്നൊരു കരച്ചിൽ. വാതിലുകൾ തുറക്കപ്പെട്ടു. സ്നേഹം നിറഞ്ഞ ദൈവമക്കളെ, വർഷങ്ങളോളം ഈ ഭൂമിയിൽ ജീവിച്ച് നമ്മൾ സ്വർഗത്തിലെത്തുമ്പോൾ കർത്താവ് ചോദിക്കും, ആരാത്? അപ്പോ കർത്താവേ, ഇത് നീയാണ് എന്ന് പറയാൻ നമുക്ക് പറ്റണം. കർത്താവിനെ കുറിച്ച് എപ്പോഴും ഓർക്കാൻ, കർത്താവിന് വേണ്ടി ജീവിക്കാൻ, കർത്താവിന് വേണ്ടി സ്വയം സമർപ്പിക്കാൻ. അങ്ങനെ ഏറ്റവും ഒടുവിൽ സ്വർഗത്തിലെത്തുമ്പോൾ കർത്താവേ, ഇത് നീയാണ് എന്നേറ്റു പറയാൻ നമുക്ക് സാധിക്കട്ടെ. നമുക്ക് കർത്താവ് നന്ദി പറയാം. ഈ അല്പസമയം നമ്മളുടെ കുടുംബങ്ങളിലായിരുന്നുകൊണ്ട് നമ്മളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നമ്മളുടെ ജീവിതങ്ങളിലെ പാപാവസ്ഥകളെ കർത്താവിന് മുമ്പിൽ തുറന്നിടാൻ, നമ്മളുടെ ഹൃദയങ്ങളെ കർത്താവിന് സമർപ്പിക്കാൻ ഒരുക്കിയ ഈ നല്ല നിമിഷങ്ങളെ ഓർത്ത് കർത്താവിന് നമുക്ക് നന്ദി പറയാം. എല്ലാറ്റിനും ഉപരിയായി അവൻ നമ്മെക്കുറിച്ച് ഓർത്തു. എല്ലാറ്റിനും ഉപരിയായി അവൻ നമ്മെക്കുറിച്ച് ഓർത്തു. സ്വന്തം ശരീരം പോലും പങ്കുവച്ചപ്പോഴും അവൻ്റെ ചിന്ത നമ്മളായിരുന്നു. ആ കർത്താവിൻ്റെ സ്നേഹം നമ്മളുടെ ഹൃദയങ്ങളെ അസ്വസ്ഥപ്പെടുത്തട്ടെ. കർത്താവിന് ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ പ്രാധാന്യം കൊടുക്കാൻ നമ്മൾ മറന്നുപോയിട്ടുണ്ടെങ്കിൽ മാപ്പ് പറയാം. കർത്താവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം.
സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ മർത്തിരുമുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ മാനവരേ മോദമോടെ നാദനെ വാഴ്ത്തി പാടിടുവിൻ ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാദിൽ വികടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ ദൈവത്തെ വാഴ്ത്തിടുവിൻ ദൈവനാമം വാഴ്ത്തിടുവിൻ ദൈവവും മനുഷ്യരുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ മിശിഹാദൻ പൂജിതമാ തിരുനാമം വാഴ്ത്തിടുവിൻ സ്നേഹത്തിൻ ഉറവിടമാ തിരുഹൃദയം വാഴ്ത്തിടുവിൻ പീഠത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ രക്ഷകനാം മിശിഹാദൻ ദിവ്യദിനം വാഴ്ത്തിടുവിൻ വരനിരയാലൊളി വിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ ദൈവത്തിൻ മാതാവാ കന്യാമേരി വാഴ്ത്തിടുവിൻ മറിയത്തിൻ നിർമ്മലമാം ഉത്ഭവം വാഴ്ത്തിടുവിൻ സ്വർഗാരോപിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ നിർമ്മലയാം കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ ദൈവത്തെ വാഴ്ത്തിടുവിൻ ദൈവനാമം വാഴ്ത്തിടുവിൻ ദൈവവും മനുഷ്യരുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ സമാധാനത്തിന്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സമാധാനത്തിന്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സമാധാനത്തിന്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ